നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന വലിയ ചർച്ച എന്ന് പറയുന്നത് കോൺഗ്രസിൽ ആര് മുഖ്യമന്ത്രിയായി തീരും എന്നുള്ളതാണ്. ഭരണം എന്തായാലും UDFന് തന്നെ എന്ന് കൃത്യമായി നിശ്ചയിക്കുന്നത് CPM നേതാക്കന്മാരുടെ പ്രസ്താവനയാണ്. അതിൽ ഏറ്റവും വലിയ പ്രസ്താവന MV ജയരാജൻ്റെയാണ്. അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഇത്തവണ ധർമ്മടത്ത് പോലും പിണറായി വിജയൻ്റെ വിജയം വളരെ പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഭയങ്കര പോരാട്ടമാണ് ധർമ്മടത്ത് പോലും. അപ്പോൾ കേരളത്തിലെ മൊത്തത്തിലെ സ്ഥിതി എന്താണ്? ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നത് കേരളത്തിൽ CPMൻ്റെ ഉള്ളിൽ 3 ജയരാജന്മാരും അതേപോലെ ഷംസീർ അടക്കമുള്ള നേതാക്കന്മാർ ഏകദേശം ഒരു 10-20ഓളം പേർ കൃത്യമായിട്ട് പണി കൊടുത്തിരിക്കുന്നു. തോമസ് ഐസക്കും MA ബേബിയും AK ബാലനും EP ജയരാജനും അതേപോലെ P ജയരാജനും അടക്കമുള്ള നേതാക്കന്മാർ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള CPMൻ്റെ ഭരണം അവസാനിക്കണം, പാർട്ടിയെ പിണറായി വിജയൻ്റെ ഏകാധിപത്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം, പിണറായി വിജയനും മരുമകനും മതി, വേറെ ആരും വേണ്ട എന്നുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളും അദ്ദേഹത്തിന് ശേഷം 81 വയസ്സുള്ള അദ്ദേഹത്തിന് ശേഷം താഴേക്കടയിലുള്ള അതേ സമാന്തരമായിട്ടുള്ള ആളുകൾ ആരും വേണ്ട, അതേപോലെ മരുമോനെ മറികടക്കാൻ പറ്റുന്ന MM ഷംസീറിനെ പോലുള്ള സ്പീക്കറായിട്ട് പ്രവർത്തിച്ചുള്ള MM ഷംസീറും വേണ്ട. ഈ രൂപത്തിൽ CPMൻ്റെ ഉള്ള അപ്രമാദിത്യം സ്ഥാപിച്ചുകൊണ്ട് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പാർട്ടിയിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് ഇനി രണ്ടാം നിര നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ അതേ നിരയിലുള്ള നേതാക്കന്മാർക്ക് യാതൊരു അർഹതയുമില്ല എന്നുള്ളതിനെതിരെ അവർ സംഘടിതമായി CPMനുള്ളിൽ വലിയൊരു കലാപം ഉണ്ടാക്കുകയും അതുപ്രകാരം കേരളത്തിൽ 140 മണ്ഡലങ്ങളിലും ആവറേജ് 5000 മുതൽ 10000 വോട്ട് വരെ CPM വോട്ട് മറിച്ചു കുത്തി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആരെയെങ്കിലും സംശയത്തിന് നിഴലുണ്ടെങ്കിൽ അവർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കാതെ CPMൻ്റെ പിണറായി വിജയൻ്റെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മാത്രം കൊടുത്തുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപാടുകൾ പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഏകദേശം 5000 മുതൽ 10000 വോട്ടുകൾ സ്ഥിരമായിട്ടുള്ള CPMൻ്റെ വോട്ടുകൾ ഇത്തവണ UDFലേക്ക് പോയിട്ടുള്ളത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ 140 മണ്ഡലങ്ങളിലും വൻ വിജയമായിരിക്കും UDFന് എന്നുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ഇതിനിടയിലാണ് കോൺഗ്രസിൽ ആര് മുഖ്യമന്ത്രിയാകണം എന്നുള്ളതിൻ്റെ ചില ചർച്ചകൾ ചിലർ തുടങ്ങി വെച്ചതിന് തുടക്കമിട്ടത് K സുധാകരൻ ആദ്യം പറഞ്ഞു രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണം, രണ്ടാമത് പറഞ്ഞു ഇപ്പോൾ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണം. അതിനെ ഏറ്റെടുത്തുകൊണ്ട് പലരും രംഗത്ത് വന്നിരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ 5 വർഷം 2021 ഇലക്ഷന് ശേഷം ദയനീയമായി പരാജയപ്പെട്ട UDF, പ്രത്യേകിച്ചും കോൺഗ്രസ് അതിനെ അവരെ ശക്തി കൊടുത്ത് അവരെ എല്ലാവരെയും ഊർജ്ജസ്വലരാക്കി ഓരോ ഇലക്ഷനിലും വെച്ചടി വിജയം കണ്ടെത്തി. ഉപതെരഞ്ഞെടുപ്പിലാവട്ടെ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാവട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലാവട്ടെ UDF ആണ് കേരളത്തിലെ ശക്തി എന്ന് കൃത്യമായി തെളിയിച്ച് അതിന് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നടത്തി കൃത്യമായ പ്ലാനും പ്രവർത്തനത്തോടു കൂടി സജ്ജരാക്കി ഇലക്ഷൻ വരുന്നതിന് മുമ്പ് തന്നെ ബൂത്ത് തലത്തിലുള്ള എല്ലാ പ്രവർത്തനം സജ്ജമാക്കി പുതുയുഗ യാത്ര നടത്തി. അങ്ങനെ കേരളത്തിൻ്റെ UDFനെ വിജയത്തിലെത്തിച്ചുള്ളത് VD സതീശനാണെന്ന് കേരളത്തിലെ എല്ലാ സാധാരണക്കാർക്കറിയാം, CPM അണികൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ ചർച്ചകൾ ഉണ്ടാക്കിയപ്പോൾ ജനങ്ങൾ ഒറ്റക്കെട്ടായി, അതല്ലെങ്കിൽ കോൺഗ്രസിലെ അണികൾ പൂർണ്ണമായി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് VD സതീശനെതിരെ പോസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ KC വേണുഗോപാലിനെ ഇറക്കുമതി ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ K സുധാകരൻ പോസ്റ്റ് ചെയ്ത FB പോസ്റ്റിൽ പൊങ്കാല ഇടുകയായിരുന്നു. ആയിരക്കണക്കിന് പ്രവർത്തകർ രോഷപ്രകടനവുമായിട്ടാണ് രംഗത്തെത്തിയത്. അതോടുകൂടിയിട്ട് അവരുടെ കമന്റ് ബോക്സ് അടച്ചുപൂട്ടേണ്ടി വന്നു. അത്രയും പച്ചത്തെറികളാണ് അതിൽ വന്നത് എന്നുള്ളതാണ് സത്യം. ഈ സന്ദർഭത്തിലാണ് സ്മൃതി പരുത്തിക്കാട്, സമുന്നതയായ റിപ്പോർട്ടർ ചാനലിലെ പത്രപ്രവർത്തകയാണ്, അവരുടെ ഒരു പോസ്റ്റ് വളരെ ശ്രദ്ധിക്കപ്പെടുന്നത്. അവർ പറഞ്ഞത് നിർബന്ധമായും ആരാണോ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് കേരളത്തിൽ കോൺഗ്രസിനെ കെട്ടിപ്പടുത്ത് ഇത്രത്തോളം അധികാരത്തിലെത്തിക്കാനുള്ള സന്നദ്ധവരെ എത്തിച്ചത്, അതിന് നേതൃത്വം കൊടുത്തത് VD സതീശനാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള അത്യുജ്വലമായ പ്രവർത്തനം സാധാരണ അണികളെ പോലും നിരന്തരം സാധാരണ പ്രവർത്തകരെ പോലും പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവന്ന് ഊർജ്ജസ്വലരാക്കി
ഭരണം പിടിച്ചെടുക്കാനുള്ള തന്ത്രങ്ങൾ കൃത്യമായി കൊണ്ടുവന്നത് വി ഡി സതീശനാണ്. അതുകൊണ്ട് വി ഡി സതീശൻ നിർബന്ധമായും മുഖ്യമന്ത്രിയെ വരണം. 90-ൽ മേലെ സീറ്റുകൾ കിട്ടുകയാണെങ്കിൽ വി ഡി സതീശനെ തടയാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്നാണ് സ്മൃതി പരുത്തിക്കാട് പറഞ്ഞിരിക്കുന്ന അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാനിപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത്. കോൺഗ്രസ് ആണ് പാർട്ടി. കസേരക്കളി തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ അത് തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ തുടങ്ങാനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട് എന്നുള്ളതാണ്. സ്ഥാനാർത്ഥി നിർണയം ഒരു 10 ദിവസത്തിനുള്ളിൽ പൂർത്തിയാകും എന്ന് പറയുമ്പോഴും അത് എത്ര വൈകി എന്ന് നമുക്കറിയാമല്ലോ. ഈ പറഞ്ഞ MP-മാർ മത്സരിക്കണം എന്നുള്ള കാര്യത്തിൽ കെ സുധാകരൻ ഉണ്ടാക്കിയ ബഹളവും വിവാദങ്ങളും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ആത്യന്തം ഒരു നാടകീയത കോൺഗ്രസിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിൽ നിലനിൽക്കുന്നുണ്ട്. ഈ പറയുന്ന 3 നേതാക്കൾക്കും അവരുടേതായ അവകാശവാദങ്ങളുണ്ട്. അവർക്ക് അത് ഉന്നയിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. ഇനി നമ്മൾ യഥാർത്ഥ സാഹചര്യത്തിലേക്ക് വന്നാൽ വി ഡി സതീശൻ ഈ റേസിൽ ആദ്യമായി നിൽക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് സ്വാഭാവികമായി ചോയ്സ് ആയിട്ട് പ്രതിപക്ഷ നേതാവ് വരും എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തല ഈ റേസിൽ ഉണ്ടാകാതിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ തന്നോട് പാർട്ടി അന്യായം ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. 2016-ൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് സർക്കാരിനെതിരെ വാർത്താ സമ്മേളനം നടത്തി ഒരുപാട് വിവാദങ്ങൾ കൊണ്ടുവന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ 2021-ൽ എന്ത് സംഭവിച്ചു? പരാജയപ്പെട്ടു പോയി. അങ്ങനെ പരാജയപ്പെട്ടു പോയ ഒരു പ്രതിപക്ഷ നേതാവിനെ അടുത്ത ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് ആക്കിയില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാതി. അങ്ങനെയാണ് ആ നിരയിൽ ഉണ്ടാകാതിരുന്ന ഒരു നേതാവിനെ കുറച്ചുകൂടി താഴെ നിന്ന് പ്രതിപക്ഷ നേതാവായി കൊണ്ടുവരികയാണ് ചെയ്തത്. വി ഡി സതീശൻ ശരിയാണ്. ഇതുവരെ മന്ത്രിയായിട്ടുള്ള ഈ പറയുന്ന നേതാക്കളുടെ മുൻ ചരിത്രം പരിശോധിക്കുമ്പോൾ അവരൊക്കെ കടന്നുപോയ വഴികളിലൂടെ അദ്ദേഹം കടന്നു പോയിട്ടില്ല. പക്ഷെ അദ്ദേഹം വേറെ രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ളത്. അദ്ദേഹം സഭയിൽ പെർഫോം ചെയ്ത കാര്യം നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹം ചില വിഷയങ്ങൾ പഠിച്ചുകൊണ്ട് പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ആ പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷ നേതാവായ ശേഷം ഈ 5 വർഷം അദ്ദേഹം എങ്ങനെ പ്രവർത്തിച്ചു എന്നത് കൂടിയാണല്ലോ പരിശോധിക്കുക. ആ പരിശോധനയിൽ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് എത്ര മാർക്ക് നൽകും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നീട് നടന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഇതിലൊക്കെ തന്നെയും അദ്ദേഹം വഹിച്ചിരിക്കുന്ന റോൾ പ്രധാനമാണ്. അദ്ദേഹത്തിനെ ലീഡ് ചെയ്യാൻ ഹൈക്കമാൻഡ് ഏൽപ്പിക്കുകയും ആ തെരഞ്ഞെടുപ്പുകളെ അദ്ദേഹം എത്ര വോട്ടിൽ വിജയിക്കുമെന്ന് പോലും കണക്കുകൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ആ കണക്കുകൾ പരിശോധിക്കാനും തിരഞ്ഞെടുപ്പ് വിജയിക്കാനുള്ള ഒരു ഇലക്ഷൻ മാനേജ്മെന്റ് സ്കിൽ അദ്ദേഹത്തിനുണ്ട്. ആ സ്കിൽ ഹൈക്കമാൻഡ് കണ്ടെത്തുകയും തിരഞ്ഞെടുപ്പ് ചുമതലകൾ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയായിരുന്നു. ആ ചുമതലയിലേക്ക് വി ഡി സതീശൻ ഒറ്റയ്ക്കല്ല, ഒരു സംഘം നേതാക്കളെ കൊണ്ടുവരികയും അങ്ങനെ സംഘടിതമായി തന്നെ ആ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ചേലക്കരയിൽ മാത്രമാണ് അദ്ദേഹത്തിന് ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിഞ്ഞത്. എങ്കിലും ആ നിലയ്ക്ക് അദ്ദേഹം പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഇനി വി ഡി സതീശനുമായി ഘടകകക്ഷിയെ ലീഗിനുണ്ടായിരുന്ന പരാതി, ഈ പറഞ്ഞതുപോലെ ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും ഒരേ ലെവലിൽ വരുന്ന സീനിയർ നേതാക്കളാണ്. ഇവിടെ വി ഡി സതീശൻ വരുമ്പോൾ തനിക്ക് ആ രൂപത്തിലൊരു ബഹുമാനം കിട്ടുന്നുണ്ടോ എന്ന സംശയം PK കുഞ്ഞാലിക്കുട്ടി ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. പഴയതുപോലെ വി ഡി സതീശൻ വരുന്നില്ല എന്ന പരാതി ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഒരു ഘട്ടം എത്തിയപ്പോഴത്തേക്ക് പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗുമായുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം ആദ്യം നടത്തിയ യാത്രയിൽ സഭാ നേതൃത്വവുമായി ഉണ്ടായിരുന്ന അകൽച്ച അവസാനിപ്പിക്കാനായി അവരുമായി സംസാരിച്ചിട്ടുണ്ട്. 250ഓളം യോഗങ്ങളിൽ അവർ തന്നെ വിളിച്ചു വരുത്തിയ യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. സിനഡിലേക്ക് അദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയാണ് ചെയ്തത്. അങ്ങനെ ആ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നത് നമ്മൾ കണ്ടു. ഇവിടെ രാഹുൽ ഗാന്ധി ന്യൂനപക്ഷ ഏകീകരണത്തിൽ ഒരു പേര് മതിയല്ലോ എന്ന് പറയുന്നത് ശരിയാണ്. ദേശീയ തലത്തിൽ നോക്കുമ്പോൾ അങ്ങനെയാണ്. പക്ഷേ ഇവിടെ വെള്ളാപ്പള്ളി എന്ന ഘടകം വരുന്നു. വെള്ളാപ്പള്ളി നടത്തുന്ന ന്യൂനപക്ഷ വിരുദ്ധമായ പ്രതികരണങ്ങൾ നമ്മുടെ മുന്നിൽ വരുന്നു. അവിടെയൊക്കെ ശക്തമായ പ്രതികരണങ്ങൾ വി ഡി സതീശൻ എന്ന രാഷ്ട്രീയ നേതാവ് നടത്തുന്നുണ്ട്. അത് മലബാറിലെ ന്യൂനപക്ഷ വോട്ട് ഏകീകരിക്കുന്ന പ്രധാന ഘടകമായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ അദ്ദേഹം എടുത്ത നിലപാട് ഒറ്റയ്ക്കൊരു നിലപാടായി തന്നെ കരുതേണ്ടി വരും. പല നേതാക്കളും ഉറച്ചൊരു തീരുമാനം പറയാതെ മാറി നിൽക്കുമ്പോഴും ഇങ്ങനെ ഒരാൾ ഇനി വേണ്ട എന്ന സ്ത്രീപക്ഷത്തു നിന്നുകൊണ്ട് തീരുമാനമെടുത്തത് വി ഡി സതീശനാണ്. അതിൽ അദ്ദേഹത്തിന് വലിയ നഷ്ടമുണ്ടായിട്ടും പിന്തുണയ്ക്കുന്ന പലരും മാറിപ്പോയിട്ടും അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. പിന്നീട് ആ തീരുമാനം പാർട്ടി മുഴുവൻ അംഗീകരിക്കുന്ന രൂപത്തിലേക്ക് വന്നു എന്ന് മനസ്സിലാക്കണം. കോൺഗ്രസ് എന്ന പാർട്ടി ആ രൂപത്തിലേക്ക് സ്ത്രീപക്ഷ നിലപാടിലേക്ക് വന്നു എന്നുള്ളത് ഏറ്റവും ശുഭകരമായ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. PV അൻവർ നിലമ്പൂർ കിട്ടിയില്ല എങ്കിൽ അദ്ദേഹം പ്രതികരിക്കുന്നത് നമുക്കറിയാം. പിന്നെ പിണറായി വിരുദ്ധ പ്രതികരണം നടത്തുന്നതോടൊപ്പം വി ഡി സതീശനായും പ്രതികരണം നടത്തിയിരുന്നു. പിന്നീട് അദ്ദേഹം ബേപ്പൂരിലേക്ക് മത്സരിക്കുന്നത് ഈ പറഞ്ഞ വി ഡി സതീശൻ്റെ അനുഗ്രഹത്തോടു കൂടി തന്നെയാണ്.
ഇടതുപക്ഷത്തിനകത്തെ CPM വിരുദ്ധ നിലപാടുകളിൽ എതിർപ്പുള്ള കുറച്ചുപേരെയെങ്കിലും പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ്. അങ്ങനെ യഥാർത്ഥ ഇടതുപക്ഷത്തിന് സ്വീകാര്യനായി VD സതീശൻ മാറുന്നു എന്നുള്ളതും കൂടുതൽ ആളുകളെ ചേർത്ത് വയ്ക്കാൻ ഒരു സംഘടനാ പാഠം അദ്ദേഹം അതിൽ പ്രകടമാക്കുകയാണ്. ജനങ്ങൾക്ക് മുന്നിൽ ഒരു ബദൽ മുന്നോട്ട് വെച്ചുകൊണ്ട് വന്നിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ആ ബദൽ നടപ്പാക്കിയിട്ടില്ലെങ്കിൽ അത് ജനം കൈകാര്യം ചെയ്യും. ജനങ്ങൾക്ക് ആ ബദൽ ആഗ്രഹിച്ചുകൊണ്ടാണ്, മടുപ്പ് കൊണ്ടായിരിക്കണം ഇങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ടാവുക. ഈ പറയുന്ന 90-ന് മുകളിൽ സീറ്റ് കിട്ടുകയാണെങ്കിൽ അത് പ്രതിപക്ഷ നേതാവിൻ്റെ റോൾ വ്യക്തമാക്കുന്ന പ്രധാന ഘടകമായി മാറും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെ, അതായത് 90 സീറ്റിൽ മേതെ കേരളത്തിൽ UDF അധികാരത്തിലേക്ക് സീറ്റുകൾ ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുക മാത്രമല്ല മറ്റൊരാളെ പരിഗണിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വരും എന്നാണ് സ്മൃതി പരുത്തിക്കാട് പറയുന്നത്. 100% സത്യസന്ധമായ കാര്യമാണ്. ഇപ്പോൾ 41 സീറ്റുള്ള UDF ഡബിൾ സീറ്റായി മാറുന്നു. അതുമാത്രമല്ല മിക്ക മന്ത്രിമാരും പരാജയപ്പെടുന്നു. പിണറായി വിജയൻ പോലും പരാജയപ്പെടാമെന്നുള്ള സ്ഥിതിയിലേക്ക് വരുന്നു. ഈ രൂപത്തിലേക്ക് കേരളത്തെ മൊത്തമായി പിടിച്ചുയർത്തിയത് VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF ടീമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ UDF ടീം എന്നാണ് പറഞ്ഞത്. അതിന്റെ വിജയമായിരുന്നു പുതുയുഗയാത്ര. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്രയിൽ 10,000-ങ്ങളാണ് ഒഴുകിയെത്തിയത്. അത് VD സതീശന്റെ നേതൃത്വ പാഠവ് മാത്രമല്ല, അദ്ദേഹത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് തന്നെയാണ്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഓരോ ഘട്ടങ്ങളിലും UDFനെ പടുതുയർത്തി തകർന്നുപോയ UDFനെ വീണ്ടും പഴയ നിലയേക്കാൾ ശക്തമാക്കി. കേരളത്തിൽ ഇന്നേ വരെ ഒരു നേതാവിനും കിട്ടാത്ത വലിയ പിന്തുണ ജനങ്ങളിൽ നിന്നുണ്ടാക്കി അദ്ദേഹം ശക്തമായ മുന്നോട്ട് പോയി എന്നുള്ളതിൻ്റെ തെളിവാണ് ഓരോ സ്ഥലത്ത് അദ്ദേഹത്തെ തോളിലേറ്റി 10,000-ങ്ങൾ സ്റ്റേജിലെത്തിക്കുന്നതും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് വേണ്ടി കാത്തിരുന്നതും. ഇത്രയും ക്രൗഡ് പുള്ളറായ മറ്റൊരു നേതാവും കേരളത്തിൽ ഇല്ല എന്ന് പറയാൻ പറ്റും. നമുക്ക് ഒരാളെ ഒഴിവാക്കാം. നമ്മുടെ ഷാഫി പറമ്പിൽ. അദ്ദേഹം എല്ലാ സ്ഥലത്തും ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങിയപ്പോൾ 10,000-ങ്ങളാണ് ഒഴുകിയെത്തിയത്. VD സതീശന് അതേപോലെയുള്ള മറ്റൊരു നേതാവ്, ആളെ കൂട്ടാൻ കഴിവുള്ള നേതാവ്, യുവ നേതാവ് ഷാഫി പറമ്പിലാണ്. മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ചിലപ്പോൾ എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ തീർച്ചയായും അദ്ദേഹവും ആ നിരയിലേക്ക് വരുമായിരിക്കാം. എന്തായാലും VD സതീശൻ അത് മാത്രമല്ലല്ലോ, നമുക്കറിയാം നിയമസഭയ്ക്ക് അകത്തും പുറത്തും അദ്ദേഹം കൃത്യമായി ഗവൺമെന്റിനെതിരെ ആഞ്ഞടിച്ച് കൃത്യമായി തെളിവുകൾ സഹിതം, രേഖകൾ സഹിതം അതിനെതിരെ പോരാടിയിട്ടുള്ള ആളാണ്, കേരളത്തെ നയിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ അത്തരത്തിലുള്ള സന്ദർഭത്തിൽ VD സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും അനുയോജ്യമായ ആള് എന്ന് മറ്റൊരാളുടെ പേര് പോലും ഇല്ല എന്നുള്ളതാണ് സ്മൃതി പരുത്തിക്കാട് പറയാതെ പറയുന്നത്. എന്തായാലും സ്മൃതി പരുത്തിക്കാടിനെ സംബന്ധിച്ചോളം നമ്മൾ ഈ അടുത്ത കാലത്ത് ഏറ്റവും വിവാദമുണ്ടായിട്ടുള്ള ഒരു പ്രശസ്തിയായ പത്രപ്രവർത്തകയാണ്. റിപ്പോർട്ടർ ചാനലിൽ അവർ കോൺഗ്രസ് നിലപാടെടുക്കുക മാത്രമല്ല, വയനാട് ദുരന്തത്തിൽ ഉണ്ടാക്കിയ വീടുകളുടെ ശോചനീയാവസ്ഥയെക്കുറിച്ച് മാത്രമല്ല, ആ വീടുകളെ പണി പൂർത്തിയാക്കാതെയാണ് വീടുകൾ വിട്ടുകൊടുത്തതെന്നും അത് ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമായിരുന്നു എന്ന് മാത്രമാണ് അവർ പറഞ്ഞത്. ഇന്നിതാ ആ വീടുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് വീഴുന്ന രൂപത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള കൃത്യമായ റിപ്പോർട്ടുകളാണ് എല്ലാ ചാനലുകളും വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മഴ പെയ്താൽ ആ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് അവിടെ നിന്ന് മലയിടിഞ്ഞ് പൊളിഞ്ഞു വീണ പോലെ ഈ വീടുകളും ഒലിച്ചു പോകാൻ സാധ്യതയുണ്ടെന്നുള്ള ഞെട്ടിക്കുന്ന വസ്തുതകളാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പുറത്താണ് സ്മൃതി പരുത്തിക്കാടിനെ VD സതീശന്റെ വെപ്പാട്ടിയായിട്ട് പോലും ചിത്രീകരിച്ചുകൊണ്ട് വലിയ വാർത്തകൾ പുറത്തു വന്നത്. അത്രയും വളരെ വൃത്തികെട്ട രൂപത്തിൽ സ്ത്രീ വിരുദ്ധത പറഞ്ഞുകൊണ്ടാണ് അമ്പം കമ്മികൾ അവർക്കെതിരെ പോസ്റ്റ് ഇട്ടുള്ളത്. ഇതിനിടയിലാണ് സ്മൃതി പരുത്തിക്കാടിന്റെ സുപ്രധാനമായ ഈ പോസ്റ്റ്. സ്മൃതി പരുത്തിക്കാട് കോഴിക്കോടുകാരിയാണ്, ഞങ്ങളുടെ നാട്ടുകാരിയാണ്. അതോടൊപ്പം അവർ ദേശാഭിമാനിയുടെ ദേശാഭിമാനി വാരികയുടെ എഡിറ്റർ ആയിരുന്ന സിദ്ധാർത്ഥൻ പരുത്തിക്കാടിന്റെ മകൾ കൂടിയാണ് എന്നുള്ളതാണ് പ്രധാനം. MN വിജയന് ശേഷം CPM-ൽ കലാപക്കൊടി ഉയർത്തിയ ഒരാൾ കൂടിയാണ് സിദ്ധാർത്ഥൻ പരുത്തിക്കാട്. അങ്ങനെയുള്ള സിദ്ധാർത്ഥൻ പരുത്തിക്കാടിന്റെ മകളാണ് സ്മൃതി പരുത്തിക്കാട്. കാര്യങ്ങളെ കാര്യക്ഷമതയോടുകൂടി കൃത്യമായ തെളിവോടുകൂടി പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള സ്മൃതി പരുത്തിക്കാടിന്റെ കഴിവ് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഇവിടെയും VD സതീശനെ കുറിച്ച് അവർ പറഞ്ഞിരിക്കുന്ന പോസ്റ്റ് വളരെ കൃത്യമായിട്ടുള്ളതാണ്. അതിന് 100% ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ പിന്തുണയ്ക്കുമെന്ന് നമുക്ക് കരുതാം. നന്ദി, നമസ്കാരം.